4 ദിവസം കൊണ്ട് പ്ലംബിംഗ് ഒക്കെ ഏകദേശം തീർന്നിരിക്കുകയാണ്. ഇദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ്. ഇതാണ് നമ്മുടെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ജിൻഡാൽ പൈപ്പ് മുന്നേ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ്. ഈ PVC പൈപ്പിൽ നിന്ന് നമ്മുടെ ഈ ജിൻഡാൽ ചെയ്തപ്പോൾ എന്ത് തോന്നി? അതായത് ഇതിനിപ്പോ ഗ്ലൂ ഇല്ല, അതുപോലെ തന്നെ ഇതൊക്കെ ഓരോ ജോയിന്റുകൾ ഇങ്ങനെയൊക്കെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതും ഇതും കൂടിയിട്ട് എന്ത് തോന്നി? കുറച്ചുകൂടി എളുപ്പമാണ് ഫിറ്റിങ്സ് ഒക്കെ, പിന്നെ ഗവൺമെന്റ് ആവശ്യമില്ല. ഇല്ല, ഏതൊരു സൈറ്റില് ഓർഡർ കിട്ടിയാലും ഇവർ ആ സൈറ്റിൽ ചെന്നിട്ട് ഇതങ്ങോട്ട് കാണിച്ചു കൊടുക്കുക കേട്ടോ. അതായത് ആ ഇലക്ട്രീഷ്യന്മാർക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക, എന്നിട്ടാണ് ജിൻഡാലിന്റെ MLC പൈപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് കോൾഡ് ആൻഡ് ഹോട്ട് വാട്ടറിന് ഈ ഒരൊറ്റ പൈപ്പ് മതി. നമുക്കൊരു 120 ഡിഗ്രി ഹോട്ട് വാട്ടർ ഒക്കെ വിട്ടാൽ പോലും നമുക്ക് ബൾജാവ് പൊട്ടിപ്പോ ചെയ്യുന്നില്ല. മിറർ ഫിനിഷിംഗ് ആണ് കംപ്ലീറ്റ് ഉള്ളിൽ വരുന്നത്. ഇന്നർ ലെയർ പോളിയത്തിലും വരുന്നത് മിറർ ഫിനിഷിംഗ് ആണ്. നമുക്ക് ചളി കട്ട പിടിച്ചിരിക്കുന്നില്ല, അതിൽ പായൽ പൂപ്പൽ ക്രിയേറ്റ് ആവുന്നില്ല. 10 years റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ലീക്ക് വന്നാൽ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. 10 years റീപ്ലേസ്മെന്റ് കൊടുക്കുന്ന തന്നെ നമുക്ക് 100% ലീക്കേജ് വരില്ല എന്നുള്ള ഷുവർട്ടി ഉള്ളതുകൊണ്ട് തന്നെയാണ്. നമുക്ക് ടോട്ടൽ MLC പൈപ്പിന് ടോട്ടൽ വരുന്നത് 5 ലേയേഴ്സിന്റെ ഒരു കോംബോ വരുന്നത്. 5 ലേയേഴ്സ് എന്ന് പറയുന്നത് ഇന്നർ ലെയർ പോളിയത്തിലിൻ കുട്ടികളുടെ ഫീഡിംഗ് ബോട്ടിൽ മരുന്നിന്റെ ബോട്ടിലൊക്കെ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. സെക്കൻഡ് വരുന്ന ഒരു മെറ്റൽ എന്ന് പറയുന്നത് മെറ്റൽ ലെയർ ആണ്. ഈ പോളിയത്തിലും കഴിഞ്ഞിട്ട് ഒരു മെറ്റൽ ലെയർ വരുന്നുണ്ട്. പുറത്ത് എന്ന് പറയുന്നത് UV പ്രൊട്ടക്റ്റഡ് പോളിയത്തിൽ. അങ്ങനെ വിസിബിൾ ആയിട്ടുള്ള ഒരു 3 ലേയേഴ്സും ഈ മെറ്റൽ ലെയറിനെ ബോണ്ട് ചെയ്യുന്ന 2 അഡ്ഹസീവിന്റെ ലേയേഴ്സ്. അത് നമുക്ക് പൈപ്പിൽ കാണുന്നില്ല. മെറ്റൽ ലെയറിനെ ബോണ്ട് ചെയ്യുന്ന 2 അഡ്ഹസീവ്. അങ്ങനെ ടോട്ടൽ 5 ലേയേഴ്സിന്റെ ഒരു കോംബോ ആണ് നമ്മുടെ ജിൻഡാലിന്റെ MLC പൈപ്പ്. 100% ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇന്ന് മാർക്കറ്റിൽ പ്ലംബിങ്ങിന് വേറെ കിട്ടാനില്ല. MLC പൈപ്പ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ജീവിതം താമസിക്കാനുള്ള ഒരു വീടാണ്. ആദ്യം നമ്മൾ ആ ഒരു വെള്ളം, ആ കുടിവെള്ളം ശുദ്ധമായ വെള്ളം ആക്കുക എന്നുള്ളതാണ്. നമ്മളൊരു സ്റ്റീൽ ടാങ്ക് വെച്ചുകൊണ്ട് നമ്മളൊരു PVC പൈപ്പ് ഇട്ടുകൊണ്ടും ഗുണമില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പൈപ്പിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്.